ഉത്രാട ദിനത്തിൽ നമ്മൾ പെങ്ങളുടെ വീട്ടിൽ ചോറിനാൻ പോകുന്നേക്കാണ്. എന്നാൽ അവിടെ നിന്നാണ് സദ്യ ഉള്ളത്. പെങ്ങളുടെ വീട്ടിൽ നിന്നാണ് നമുക്ക് സദ്യ ഉള്ളത്, ഉത്രാടത്തിന്റെ സദ്യ. അപ്പൊ നമ്മളെ വീട്ടിലോട്ട് കയറി പോവാണ്. ഈ വന്നു തനി മലയാളി സ്വഭാവം കാണിച്ചുകൊണ്ടെങ്കിൽ പറഞ്ഞു പുറത്തൊന്നും നിങ്ങൾ പറഞ്ഞു കേട്ടാക്കും. ശർക്കരപ്പേരി, വറുത്തപ്പേരി, പച്ചടി, ഉപ്പേരി, അച്ചാറ്, കറുത്തച്ചാറ്, ബീട്രൂട്ട് അച്ചാറ്, പിന്നെ ഇതെന്താ ബീട്രൂട്ട് തോരൻ, അവിയല്, എലിശ്ശേരി, പപ്പടം, ചോറ്, സാമ്പാർ. അപ്പോൾ ഉത്രാട ദിനത്തിലെ സദ്യ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവം കൊള്ളാം, നല്ല അടിപൊളി വിഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അവരെല്ലാം അശ്വതി ഉണ്ട്, പെങ്ങളെ കുട്ടിയുണ്ട്, അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛനുണ്ട് കൂടെ, പിന്നെ പെങ്ങളാണ്, ഹലോ, പിന്നെ വൈഫുണ്ട്, കുട്ടികളുണ്ട്. ഇപ്പോൾ പറഞ്ഞ സദ്യ ഉണ്ട്, നമ്മളിങ്ങനെ തകർക്ക പരിപാടിയിലാണ്. അപ്പോൾ ഇതാ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ടി വി കണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഓണം, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓണം. ചോറുണ്ട് കഴിഞ്ഞാൽ റെസ്റ്റ്. ഇത് നമ്മളെ പെങ്ങളെ വീട്ടിൽ വാങ്ങിയ പുതിയൊരു മിററാണ് കേട്ടോ. ഗ്ലാസ്സുമ്പോൾ തൊട്ടാൽ കത്തുന്ന സ്വിച്ച് ലൈറ്റൊക്കെ ഉണ്ട്, സംഭവം സെറ്റപ്പാണ്, നല്ല രസമുണ്ട് കാണാനൊക്കെ. മൂന്ന് ലെവലിലാണ് ലൈറ്റൊക്കെ വരുന്നത്, സംഭവം കൊള്ളാം. അപ്പോൾ ഏതായാലും ഇതൊരു നമുക്ക് സദ്യ കഴിച്ച സ്ഥിതിക്ക് ഒരു പായസമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാം. പായസം വല്ലാണ്ട് ഞാൻ കഴിക്കലില്ല, എന്നാലും ഒരു അര ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്, സേമിയ പായസമാണ്. അപ്പോൾ അങ്ങനെ പായസം കുടിക്കാൻ വിചാരിച്ചു. കുറച്ച് പായസം കുടിച്ചിട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കൊള്ളാം, സംഭവം അടിപൊളിയാണ്. കണ്ടില്ല, അവിടെ ഓണം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ്. ഇത്രേ ഉള്ളൂ ഓണം. പണ്ടത്തെ ഓണമൊക്കെ നല്ല രസമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു ഓണങ്ങളൊക്കെ. ഇപ്പം എന്താ ഓണം, ഇപ്പം ഇതാ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുക, കഴിക്കുക, ഇതൊക്കെ തന്നെ. ഏതായാലും നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നല്ല ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ടൈമിലുള്ള ഓണമൊക്കെ വേറെ ലെവലിലുള്ള ഓണമാണ്. സേമിയ പായസം. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിച്ച് പായസം കുടിച്ചെങ്കിൽ ഇരുന്നപ്പോഴാണ് വണ്ടിയുമൊക്കെ ആകെ കച്ചറായി കിടക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലേക്ക് വണ്ടി എത്താത്തതുകൊണ്ട് വണ്ടി കഴുകാനില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, പെങ്ങളുടെ അടുത്ത് പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ വണ്ടി കഴുകാൻ തീരുമാനിച്ചു. അങ്ങനെ ജിമ്മിലെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഡ്രസ്സ് വണ്ടിയിലുണ്ടായിരുന്നു, അതെടുത്തിട്ടിട്ട് നമ്മൾ വണ്ടി ഒന്ന് കഴുകൽ തുടങ്ങി. നല്ല സുഖമായിട്ട് ഇവിടുന്ന് വണ്ടി കഴുകാം, നല്ല അടിപൊളിയായിട്ട് കഴുകാൻ പറ്റിയൊരു സംഭവമാണ്. കാരണം നമ്മളെ വീട്ടിലേക്ക് വണ്ടി എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എങ്ങനെയായാലും നമുക്ക് കറക്റ്റ് രീതിയിൽ കൊണ്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ചാൻസ് കിട്ടി കഴിഞ്ഞ സമയത്ത് ഞാൻ അധികം ഇവിടുന്ന് വരുമ്പോഴാണ് വണ്ടി കഴുകാറുള്ളത്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ജസ്റ്റ് നനച്ച് തുടയ്ക്കലുള്ളൂ. നമുക്ക് വണ്ടി കഴുകാൻ കിട്ടുന്ന ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അപ്പം നമ്മൾ വണ്ടി കഴുകി വണ്ടീനെ കുട്ടപ്പനാക്കി നിർത്തും. എന്നാൽ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ വണ്ടി കഴുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസായിട്ട് ഇവിടെ തന്നെ ചെയ്തു, സംഭവം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ടായത് ക്ഷീണം കാര്യങ്ങളൊക്കെ പോയി കിട്ടി. വണ്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനായിട്ടുണ്ട്. ഒന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. വണ്ടിയൊക്കെ കഴുകി അപ്പോഴാണ് കുട്ടീൻ്റെ മുടി വെട്ടണം എന്നുള്ളൊരു അഭിപ്രായം വന്ന്. അപ്പോൾ ഒന്നും നോക്കിയില്ല, കുട്ടീൻ്റെ മുടി വെട്ടാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ വിതുട്ടൻ്റെ മുടി വെട്ടാൻ തീരുമാനിച്ചു. വിതുട്ടൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി കുറേ വെട്ടിയിട്ട്, അപ്പോൾ അത് ഓണക്കല്ല് വെച്ചിട്ടൊന്ന് മുടി വെട്ടാൻ ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ ഓണം നല്ല ഹാപ്പിയാണ് മുടി വെട്ടുന്ന കാര്യത്തിൽ, സന്തോഷമായിട്ടുണ്ട്. മുടി പുതിയ ട്രെൻഡിൽ കട്ടിങ് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ കാണിച്ചെടുത്തിട്ട് അതേ ലെവലിൽ കെട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചായ ഉണ്ടാക്കാൻ അവിടെ പാൽപ്പൊടി ഇല്ല, പാലില്ല, നമുക്ക് ചായ കുടിക്കാൻ കാറ്റാടി പാടത്തേക്ക് പോയാലാണ് പ്ലാൻ ഇട്ടു. അപ്പോൾ കാറ്റാടി പാടത്തേക്ക് നമ്മളിങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫീൽ അറിയാൻ പറ്റി. പെരും തിരക്കാണ്. ഉത്രാട ദിനം ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, നല്ല ജനം ഉണ്ടായിരുന്നു. ആ കാണുന്നതൊക്കെ അവിടേക്ക് വന്ന വണ്ടികൾ പാർക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. അപ്പോൾ നമ്മളൊന്നും ഇങ്ങനെ ചുറ്റി വന്നു, പാർക്കിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ ഒന്നും സ്ഥലമില്ല. അപ്പോൾ നമ്മൾ ചുറ്റി കറങ്ങിയിട്ടാണ് വന്നത്. സംഭവം ഒന്നുമില്ല, സാധാ ചായയും കടി, പക്ഷെ നല്ലൊരു ആംബിയൻസാണ്. അവിടെ പോയി ചായ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രസമാണ്. അപ്പോൾ അങ്ങനെ കാറ്റാടി പാടത്തേക്കാണ് നമ്മൾ പ്ലാൻ വന്നിട്ടുള്ളത്. കണ്ടില്ല, ഇവിടുത്തെ തിരക്കുണ്ടല്ലേ, നല്ല തിരക്കാണ്. നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്ക്, കാറായിട്ടും ബൈക്കായിട്ടും ഫുള്ള് ബിസിയാണ്, ബിസി. അപ്പോൾ ഇതിൽ പെങ്ങളെ കുട്ടി 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഇതിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കിത് കണ്ടപ്പോൾ ഭയങ്കര രസമായി. സമൂസ ഉണ്ട്, പരിപ്പോട ഉണ്ട്, അങ്ങനത്തെ ഉള്ളിവട കാര്യങ്ങൾ, നമ്മൾ സാധാരണ നോർമൽ കടികളൊക്കെ തന്നെ ഉള്ളത്. ചായക്കടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ചായക്കും എല്ലാ കടികളും 2 എണ്ണം വെച്ച് പറഞ്ഞിട്ടുണ്ട്. എണ്ണക്കടി നമുക്ക് വല്ലാണ്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വല്ലാണ്ട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല.
നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഫുള്ള് പാടത്തിൻ്റെ നടുക്കിലാണ് ഈ സംഭവം ഉള്ളത്. നല്ല എല്ലാവരും നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് എൻജോയ്മെൻറ്റ് ചെയ്ത് കഴിക്കുകയാണ്. സംഭവം രസമുണ്ട്, നല്ല രസമാണ്. ആംബിയൻസാണ് മെയിൻ, ആംബിയൻസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പരിപ്പാടൊക്കെ നല്ല അടിപൊളി പരിപ്പാട. ഞാൻ പരിപ്പാടൊന്ന് ടേസ്റ്റ് ചെയ്തു, രസമുണ്ട് സംഭവം പരിപ്പാട. അപ്പോൾ അത് ഇങ്ങനെ കഴിച്ചു നോക്കി, 2 കടി അടിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു. എന്നാലും കൂടിയിട്ട് സംഭവം അടിപൊളിയായിരുന്നു. അതായത് എല്ലാവരും നല്ല ഹാപ്പിയാണ്. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ പെങ്ങളെ കുട്ടിയുടെ വക ചെറിയൊരു പരാക്രമം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കച്ചറ കൂടും, അത് ഉള്ളതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണ സ്ഥലം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറുവ ഭാഗത്തുണ്ട് ഒരു അടിപൊളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് പോകുന്ന നോക്കിയതാണ്. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണത്. നല്ല സൗണ്ടാണ് ആ ഭാഗത്തേക്ക് അടുക്കുമ്പോൾ കേട്ടോ, പെരും സൗണ്ട്, ഒരു രക്ഷയില്ലാത്ത സൗണ്ട്. അപ്പോൾ നമ്മൾ താഴത്താണ് അത്ര അതിൻ്റെ വ്യൂ പോയിൻ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജ് കിടന്ന് അപ്പുറം പോയിട്ട് ആണ് ഇതിൻ്റെ ട്വിസ്റ്റ് എടുക്കുന്നത്. ഞങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാം, എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളെ പോണ പോക്കിൽ നല്ല പയർ കൃഷി ഉണ്ട്. നല്ല അടിപൊളി നാടൻ പയറുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടായിരുന്നു. സംഭവം കണ്ട അടിപൊളി, നല്ല അടിപൊളി പയറുകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് പയറും തൊട്ടും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ആ ലാസ്റ്റ് സൈഡിലേക്കാണ് പോണത്. ആ പോണ സമയത്ത് ഭയങ്കര സൗണ്ടാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൗണ്ട് നല്ലതായിട്ട് ഇങ്ങനെ അടിച്ച് നരമ്പി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന അതേപോലത്തെ പുകയൊക്കെ വരുന്നുണ്ട്, സൗണ്ട് എന്ന് കേട്ടു. പിന്നെ ഇവിടത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അഡ്വഞ്ചറായിട്ടുള്ള വഴിയാണ്. ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, എല്ലാവർക്കും കൂടെ ഒന്നും പോകാൻ പറ്റില്ല. കുറച്ച് കാടും മലൊക്കെ ചാടിക്കടന്ന് ഇങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ലാസ്റ്റ് സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാലാണ് ഇവിടെ ട്വിസ്റ്റ് നടക്കുന്നത്. ആ ട്വിസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം.